സിനിമാ പ്രേക്ഷകരുടെ മനസ്സിൽ വലിയ സ്ഥാനം നേടിയെടുത്ത നടിയാണ് രേവതി. അവസ്മരണീയമായ നിരവധി കഥാപാത്രങ്ങൾ രേവതിക്ക് കരിയറിൽ ലഭിച്ചു. തമിഴകത്ത് ഒരു കാലത്ത് രേവതിക്ക് വേണ്ടി തിരക്കഥകൾ ഒരുങ്ങി. അഭിനയം പ്രാധാന്യമുള്ള സിനിമകൾ മാത്രം തിരഞ്ഞെടുത്ത രേവതിക്ക് ശ്രദ്ധേയമായ നിരവധി കഥാപാത്രങ്ങൾ തുടരെ ലഭിച്ചു. കരിയറിലെ ഒരു ഘട്ടത്തിൽ സംവിധാനത്തിലേക്കും രേവതി കടന്നു. നിരൂപക പ്രശംസയും പുരസ്കാരങ്ങളും നേടിയ ഒരുപിടി സിനിമകൾ രേവതി പ്രേക്ഷകർക്ക് മുമ്പിലെത്തിച്ചു. ഭൂതകാലം എന്ന സിനിമയിലാണ് രേവതിക്ക് അടുത്ത കാലത്ത് തിളങ്ങാനായത്. മികച്ച നടിക്കുള്ള സംസ്ഥാന പുരസ്കാരവും ഈ സിനിമയിലൂടെ രേവതിക്ക് ലഭിച്ചു. കരിയറിനൊപ്പം രേവതിയുടെ വ്യക്തിജീവിതവും പലപ്പോഴും ചർച്ചയായി. സിനിമാറ്റോഗ്രാഫറും സംവിധായകനുമായ സുരേഷ് ചന്ദ്രൻ മേനോനായിരുന്നു രേവതിയുടെ ഭർത്താവ്. പ്രണയിച്ച് വിവാഹം ചെയ്തതാണ് ഇവർ. 1986 വിവാഹിതരായ ഇരുവരും 2013 നിയമപരമായി വിവാഹമോചനം നേടിയത്. അതിന് വർഷങ്ങൾക്ക് മുമ്പേ ഇവർ പിരിഞ്ഞു താമസിക്കുകയായിരുന്നു. പിന്നീട് വർഷങ്ങൾക്കപ്പുറം രേവതി അമ്മയായി. 2018 താനൊരു അമ്മയാണെന്ന കാര്യം രേവതി തുറന്നു പറയുന്നത്. IVF വഴിയാണ് രേവതി കുഞ്ഞിന് ഗർഭം ധരിച്ചത്. മഹി എന്നാണ് മകളുടെ പേര്. മകളെ ലൈംലൈറ്റിൽ നിന്ന് മാറ്റി നിർത്താൻ രേവതി ശ്രമിക്കാറുണ്ട്. തന്റെ മാതാപിതാക്കൾക്കും മകൾക്കുമൊപ്പം സ്വകാര്യ ജീവിതം നയിക്കാനാണ് രേവതി താല്പര്യപ്പെടുന്നത്. മകളെക്കുറിച്ച് ഒരിക്കൽ രേവതി പറഞ്ഞ വാക്കുകളാണിപ്പോൾ ശ്രദ്ധ നേടുന്നത്. ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത നിമിഷം ഏതെന്ന ചോദ്യത്തിന് മറുപടി നൽകിയിരിക്കുകയാണ് നടി. മകൾ മഹിമയുടെ മുഖം കണ്ടതാണ് ജീവിതത്തിൽ തനിക്ക് മറക്കാൻ പറ്റാത്ത നിമിഷമെന്ന് രേവതി പറഞ്ഞു. എത്രയോ വർഷം ആഗ്രഹിച്ച് നടന്നതാണ്. എന്നേക്കുമായി അവൾ തന്റെ ജീവിതം മാറ്റിയെന്നും രേവതി വ്യക്തമാക്കി. തന്റെ സ്വകാര്യ വിഷയങ്ങളെക്കുറിച്ച് രേവതി അധികം തുറന്ന് സംസാരിക്കാറില്ല. അടുത്തിടെ നടി രാധയുടെ മകൾ കാർത്തിക നായരുടെ വിവാഹത്തിന് മകൾക്കൊപ്പമാണ് രേവതി എത്തിയത്. ഏറെക്കാലത്തിന് ശേഷമാണ് രേവതിയുടെ മകൾ ക്യാമറയ്ക്ക് മുൻപിൽ കണ്ടത്. വിവാഹബന്ധം വേർപിരിഞ്ഞതിനെ കുറിച്ച് രേവതി നേരത്തെ തുറന്ന് സംസാരിച്ചിട്ടുണ്ട്. ഒരു ഘട്ടത്തിൽ ഭർത്താവും ഭാര്യയുമായി ജീവിക്കാൻ പറ്റില്ലെന്ന് ഞങ്ങൾക്ക് തോന്നി. ഞങ്ങൾ രണ്ടുപേരും ആലോചിച്ചെടുത്ത തീരുമാനമാണ് വേർപിരിയുക എന്നത് രേവതിയെന്ന് വ്യക്തമാക്കി. വിവാഹവും സൗഹൃദവും വേറെയാണ്. ഞങ്ങൾക്ക് ഞങ്ങളോട് സത്യസന്ധത കാണിക്കണമെന്ന് തോന്നി. ഇപ്പോഴും കാണുകയും സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോഴും ഞങ്ങൾ രണ്ടുപേരും കുറെ കൂടി സന്തുഷ്ടരാണെന്നും രേവതി ഒരിക്കൽ അഭിമുഖത്തിൽ തുറന്നു പറഞ്ഞു. പിരിഞ്ഞു താമസിച്ച ശേഷം 5 കൊല്ലം കഴിഞ്ഞ് വീണ്ടും തിരിച്ചു വരണോ എന്ന് സംസാരിച്ചു. വേണ്ടെന്ന് രണ്ടുപേരും തീരുമാനിച്ചെന്ന് രേവതി അന്ന് വ്യക്തമാക്കി.